ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ പ്രതീകമായി മാറിയ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ആത്യന്തം കൃത്യതയുള്ള ശേഷിയെക്കുറിച്ചുള്ള നിർണായക വെളിപ്പെടുത്തൽ നടത്തി മുൻ കരസേനാ മേധാവി ജനറൽ ജെ സിംഗ് രംഗത്ത്. പരീക്ഷണ ഘട്ടത്തിൽ തന്നെ ഈ മിസൈലിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ജനാലയിലൂടെ പോലും കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്നത്ര കൃത്യത ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൊഹ്റാൻ പരീക്ഷണ കേന്ദ്രത്തിൽ നടന്ന പരീക്ഷണങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ച ശേഷമാണ് ബ്രഹ്മോസിനെ ഇന്ത്യൻ കരസേനയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ പദ്ധതിയുടെ ശില്പിയായിരുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ബ്രഹ്മോസ് സേനയിൽ ഉൾപ്പെടുത്തിയതിന്റെ പ്രതീകമായി തന്നെ മിസൈലിന്റെ മാതൃക തനിക്ക് കൈമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക രാജ്യങ്ങൾ സ്വന്തമാക്കാൻ മത്സരിക്കുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ കൃത്യതയും ശക്തിയും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇന്ത്യ തെളിയിച്ചിരുന്നുവെന്ന സന്ദേശമാണ് ഇവിടെ ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യൻ കരസേനയ്ക്ക് കൈമാറാൻ തുടങ്ങിയതിന്റെ പ്രതീകമായി തന്നെ രാഷ്ട്രപതി കലാം ബ്രഹ്മോസ് മാതൃക ജനറൽ ജെ സിംഗിന് കൈമാറിയതായി തന്നെ 2007 ജൂൺ 21 പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. കരസേനയ്ക്കായി തന്നെ ബ്രഹ്മോസിന്റെ 3 റെജിമെന്റുകൾ രൂപീകരിക്കാനാണ് അന്ന് സർക്കാർ അനുമതി നൽകിയത്. ഈ ലോകോത്തര ഉൽപ്പന്നത്തെ നമ്മൾ ആഗോള വിപണിയിൽ ശക്തമായി തന്നെ വിപണനം ചെയ്യുമെന്നും സൂപ്പർസോണിക് ക്രൂയിസ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ രംഗത്ത് ബ്രഹ്മോസ് വിപണിയെ അത് മുൻഗാമിയാക്കും എന്നതാണ് അന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ കപ്പൽ വിരുദ്ധ ബ്രഹ്മോസ് മിസൈൽ 2005 തന്നെ ഇന്ത്യ നാവികസേനയുടെ ഭാഗമാക്കിയിരുന്നുവെങ്കിലും അത് കരസേനയ്ക്കായി പരിഷ്കരിച്ചെടുക്കുക എന്നത് അവിടെ ഭൂപ്രകൃതിപരമായി തന്നെ ബന്ധപ്പെട്ട വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. സാധാരണ ജനവാസ കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ശത്രുവിന്റെ പ്രത്യേക കെട്ടിടങ്ങളോ താവളങ്ങളോ തിരിച്ചറിഞ്ഞുകൊണ്ട് ആക്രമിക്കുവാനും ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുവാനും കഴിയുന്ന ഒരു മിസൈലായിരുന്നു കരസേന ഇവിടെ ആവശ്യപ്പെട്ടിരുന്നത്. കരസേന മുന്നോട്ട് വെച്ച കടുത്ത ഗുണനിലവാര മാനദണ്ഡങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി തന്നെ നിരവധി കഠിനമായ ഉപഭോക്തൃ പരീക്ഷണങ്ങളാണ് അന്ന് നടത്തിയത്. ഔദ്യോഗികമായി സേനയുടെ ഭാഗമാകുന്നതിന് തൊട്ട് മുൻപേ തന്നെ നടന്ന അവസാനഘട്ട പരീക്ഷണങ്ങളിലും ഭൂപ്രകൃതിയോട് ചേർന്ന് പറന്ന് ലക്ഷ്യസ്ഥാനത്തെ അതീവ കൃത്യതയോടുകൂടി തന്നെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ തകർക്കാൻ ബ്രഹ്മോസിന് കഴിയുമെന്ന് തെളിയിച്ചതാണ്. 2007 ബ്രഹ്മോസ് എത്തിയതോടുകൂടി തന്നെ ഇന്ത്യൻ അതിർത്തികളിലെ പ്രതിരോധ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞു. ബ്രഹ്മോസ് എത്തുന്നതിന് മുൻപേ തന്നെ ശത്രുപാളയത്തിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ ഇന്ത്യൻ കരസേന പ്രധാനമായും ആശ്രയിച്ചിരുന്നത് യുദ്ധവിമാനങ്ങളെയും വെറും 75 കിലോമീറ്റർ മാത്രം പരിധി ഉണ്ടായിരുന്ന ഹെവി റോക്കറ്റ് ആർട്ടിലറികളെയുമായിരുന്നു. എന്നാൽ ബ്രഹ്മോസിന്റെ വരവോടുകൂടി തന്നെ കരസേനയുടെ ആക്രമണ പരിധി ഒറ്റയടിക്ക് 290 കിലോമീറ്റർ ആയി തന്നെ ഉയർന്നു. ഇതോടുകൂടി തന്നെ വിക്ഷേപണ ഉത്തരവ് ലഭിച്ച വെറും 5 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശത്രുവിന്റെ കമാൻഡ് കൺട്രോൾ സെന്ററുകളും വ്യോമ പ്രതിരോധ റഡാറുകളും അവിടെ മുന്നണിയിലെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും തകർത്തെറിയാനുള്ള ശേഷി ഇന്ത്യൻ സൈനിക കമാൻഡർമാർക്ക് കൈവന്നു എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.